അതെ, ഇന്ന് വീട്ടിലാണെങ്കിൽ കുറച്ച് ചാള വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ചാള കട്ട് ചെയ്തപ്പോഴത്തേനും ദാ കിടക്കുന്ന അതിൻ്റെ മുട്ട. അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ചാളക്കറി ഉണ്ടാക്കിയില്ലെങ്കിലും വേണ്ടിയില്ല, അതിൻ്റെ മുട്ട ഇന്ന് ഉണ്ടാക്കി കഴിച്ചിട്ടേനെ കാര്യം. അങ്ങനെ പെട്ടെന്ന് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് സവോള അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ടായിരുന്നേ. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ലല്ലേ? എന്നാൽ ഒന്നും കൂടെ കണ്ടു നോക്ക് എന്തൊക്കെയാണ് ഞാൻ എടുത്തതെന്ന്. എന്നിട്ട് ഇതെല്ലാം കൂടി അല്പം എണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതിൻ്റെ കളർ മാറുന്ന കണ്ടപ്പോഴത്തേനും എനിക്ക് കഴിക്കാനുള്ള കൊതിയും കൂടി, എനിക്കത് ചെയ്യാനുള്ള ആവേശവും കൂടി. അപ്പോൾ തന്നെ അതിനകത്ത് അല്പം ഉപ്പ് അങ്ങോട്ട് ഇട്ട് നല്ലപോലെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത്, അതുപോലെ തന്നെ ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ വേറെ ഏതെങ്കിലും മസാലകളും ചേർത്ത് ഇതിൻ്റെ ഒറിജിനൽ രുചി കളയരുത്. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണേ, കാരണം എന്ന് പറഞ്ഞാൽ ഉപ്പ് എല്ലായിടത്തും കറക്റ്റായിട്ട് എത്തണം. അതും നല്ല വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്യുന്നതുകൊണ്ട് ഇതിന് പ്രത്യേക ഒരു ഫ്ലേവർ വരും കേട്ടോ. അങ്ങനെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വാഴയിലയിലേക്ക് വെക്കാം. കിടക്കണ കിടപ്പ് കണ്ടാ? ഇത് നമ്മൾ വാഴയിലയിൽ പൊതിഞ്ഞിട്ട് കനലിലിട്ട് ചുട്ടെടുക്കാൻ പോവാം കേട്ടോ. ഇത് നമ്മൾ എത്ര പാനിലിട്ട് ഉണ്ടാക്കിയാലും കനലിൽ കിടന്ന് വേവുന്നതിൻ്റെ ഒരു രുചി വേറെ തന്നെ കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്ന് പൊതിഞ്ഞെടുക്കാം. അങ്ങനെ പൊതിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കനലിലേക്ക് വയ്ക്കാം. ഇതൊരു ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ മാക്സിമം എല്ലാവരും ഇത് കനലിൽ തന്നെ ചെയ്യാൻ നോക്കണേ. പിന്നെ അത് ഇല്ലാത്തവരാണെങ്കിൽ പാനിൽ അല്പം എണ്ണ ഒഴിച്ചിട്ട് ചെയ്താലും മതി. അങ്ങനെ ഏതാണ്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടോ. അങ്ങനെ ഇതാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഫുഡോസ്കി ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ബെൽ ബട്ടൺ അമർത്തുക. ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്.